എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് രാഹുലിൻ്റെ കൂടെയാണ്. ഇവിടെ വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൈലാസനാഥൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്പേഴ്സ് അല്ലേ എന്ന് പറയുന്നൊരു സ്ഥാപനം റൺ ചെയ്യുവാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി, അതായത് 10-12 ലക്ഷത്തിനൊക്കെ തന്നെ അട്ടിപ്പൊളി ലുക്കിലും അതായത് ലക്ഷറിയസ് ഫീലിലൊക്കെ ഉള്ളൊരു വീടുകൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അതുപോലത്തെ ഒരു വീട്ടിലാണ്. ഇതിപ്പോൾ എത്ര ലക്ഷം ആയാളിയാ? ഇതിപ്പോൾ 12 ലക്ഷത്തിനുള്ള ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു അടിപൊളി ഒരു ലുക്കോട് കൂടിയിട്ടാണ് ആക്ച്വലി ഇപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നത്. 12 ലക്ഷം ഒന്നും പറയത്തേ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം അത് തന്നെയാണ്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ്. വരൂ നമുക്ക് നോക്കാം. ഇതിപ്പോൾ എത്ര സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്? ഇതിപ്പോൾ 5 സെൻറ്റ്. 5 സെൻറ്റിൽ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു അപ്പോൾ ബാക്കിലോട്ട് പിന്നെ ഇല്ല, സ്ഥലം ഇല്ലല്ലേ? കുറച്ച് വർക്ക് ഏരിയ അങ്ങനെ എന്തെങ്കിലും ഇറക്കണം എന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യാം. ഓക്കെ, ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ കണ്ടംപററി സ്റ്റൈലാണോ? അതെ, കണ്ടംപററി സ്റ്റൈലാണ്. പറയൂ, വിശേഷങ്ങൾ പറയുള്ളൂ. ഏത് വെച്ചേക്കുന്നത് എവിടെ വരെ ചെയ്തിട്ടുണ്ട് അതുവരെ പറഞ്ഞു. ഏകദേശം ഫിനിഷിംഗ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ടൈൽ വർക്ക്, പെയിന്റിങ്, വിൻഡോ ഒക്കെ നമ്മൾ ടാറ്റ സ്റ്റീൽ ഉപയോഗിച്ചുള്ള സ്റ്റീലിലാണ്. ഓക്കെ, ഡോറ് വന്നിട്ട് തടി തന്നെയാണ്. പ്ലാവിന്റെ കട്ടളയാണ് വെച്ചേക്കുന്നത്. നോക്കാം. അതും ലോക്കലായിട്ടൊന്നുമല്ല ചെയ്തേക്കുന്നത്, നല്ല വീതിയുള്ള നല്ല സ്ട്രോങ് സാധനമാണ് ചെയ്തേക്കുന്നത്. ഡോർ എങ്ങനെയാണ്? സിംഗിൾ ഡോർ ആണോ? ഡബിൾ ഡോറാണ്. ഡബിൾ ഡോറാണ് ചെയ്തേക്കുന്നത്. പ്ലാവാണ് അല്ലേ? പ്ലാവാണ്. ഓക്കെ, ഈ കട്ടളയെല്ലാം തടി പക്ഷേ ജനല് നമ്മളിപ്പോ വേറെ വീടുകളൊക്കെ ചെയ്തതിൽ ഇപ്പൊ ഇതെല്ലാ സ്ഥലത്തും കംപ്ലൈന്റ് ആണ്. ഏതാണ് തടി നമുക്ക് വിഷയമാണ്. നല്ല തടി ഇപ്പൊ കിട്ടാനില്ല. അപ്പൊ ബെൻഡ് ആവുന്നുണ്ട്, വെയിലടിക്കുമ്പോഴത്തേക്ക് ബെൻഡ് ആവുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. നല്ല തടികൾ കിട്ടാനെന്ന് പറയുമ്പോഴത്തേക്ക് ബജറ്റ് വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ തടികൾ കിട്ടാനില്ല. അതുകൊണ്ടാണ് ടാറ്റ സ്റ്റീലും ഉണ്ട്. ഇതാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഇത് വില എല്ലാം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ആ തടിയുടെ വിലയും ഇതിന്റെ വിലയും തങ്ങളിൽ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം സെയിം ആണ് വരുന്നത്. ഇപ്പോഴത്തെ ഇതിൽ സെയിം ആണ് വരുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇല്ല, പക്ഷെ നല്ല ക്വാളിറ്റിയിൽ ചെയ്യും. ഗ്ലാസ് പിന്നെ ഉള്ളൊരു തടിയും ഇതുമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കാറ്റ് ഉള്ള സ്ഥലത്ത് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ കറക്റ്റ് മെയിൻ്റെനൻസ്, അതായത് പെയിന്റിങ് കാര്യങ്ങളെല്ലാം പക്ക നല്ല പ്രൈമറൊക്കെ അടിച്ച് നല്ല രീതിയിൽ തന്നെ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ട് പോകണം. അല്ലെങ്കിൽ പണി കിട്ടും. അല്ലെങ്കിൽ ഇത് വിഷയമാണ്.